ഗീതയുടെ പൊരുളിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമുക്കിന്ന് പുനർജന്മ സിദ്ധാന്തം എന്താണ്, പുനർജന്മ സിദ്ധാന്തം കൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. സ്വാമി വിവേകാനന്ദൻ പറയുകയാണ്, 3 കാര്യങ്ങളിലാണ് ഭാരതീയരായി ഞങ്ങളുടെ സദാചാരം നിന്നത്. 1, അനശ്വരമായ ആത്മാവുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 2, ശരീരനാശത്തിൽ ആത്മാവ് മരിക്കുന്നില്ല എന്നും ആത്മാവ് അടുത്ത ശരീരത്തിലേക്ക് പോകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതായത് ഞങ്ങൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു. 3, ആത്മാവ് ചെയ്ത കർമ്മങ്ങൾ ആത്മാവിൻ്റെ കൂടെ പോകുമെന്നും ആത്മാവ് അത് ഏതെങ്കിലും ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ 3 സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഞങ്ങൾ സദാചാരം അനുഷ്ഠിക്കുന്നു. നോക്കൂ, അപ്പോൾ ഇന്ന് സദാചാരത്തിന് കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ധർമ്മത്തിന് കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ഈ 3 സിദ്ധാന്തങ്ങൾ ഭാരതീയർ പോലും മറന്നുപോയിരിക്കുന്നു. ഈശ്വരൻ വരുന്നത് ഈ സിദ്ധാന്തങ്ങൾ നമ്മളെ പഠിപ്പിച്ച് ആ അറിവിലൂടെ, ആ സത്യത്തിലൂടെ ധർമ്മത്തെ സ്ഥാപിക്കാൻ, അല്ലാതെ ധർമ്മം കൊണ്ടുവരാൻ സാധിക്കില്ല. നമുക്ക് ഈ പുനർജന്മ സിദ്ധാന്തം മനസ്സിലാക്കുമ്പോൾ സദാചാര ജീവിതത്തിൻ്റെ ആവശ്യകത എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്കൂ, ഒരു കഥ പറയാറുണ്ട്. ഒരു രാജാവിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. ഈ 4 ഭാര്യമാരിലെ ആദ്യത്തെ ഭാര്യയോട് വലിയ ഇഷ്ടം, രണ്ടാമത്തെ ഭാര്യയോട് പെരുത്ത ഇഷ്ടം, 3ാമത്തെ ഭാര്യയോടും രാജാവിന് തരക്കേടില്ലാത്ത ഇഷ്ടമാണ്. 4ാമത്തെ ഭാര്യയെ രാജാവ് തിരിഞ്ഞു നോക്കില്ല, ഒരു സ്നേഹവുമില്ല. കഥയാണ്. രാജാവ് മരിക്കാൻ കിടക്കാണ്. ആദ്യത്തെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ പോകാണ്. ഭാര്യ പറഞ്ഞു, പോയിക്കോളൂ, ഞാൻ കൂടെ വരില്ല. 2ാമത്തെ ഭാര്യയോട് പറഞ്ഞു. 2ാമത്തെ ഭാര്യയും പറഞ്ഞു, ഞാൻ വരില്ല. 3ാമത്തെ ഭാര്യയും പറഞ്ഞു, വരാൻ യാതൊരു വകുപ്പുമില്ല. രാജാവ് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കാത്ത 4ാമത്തെ ഭാര്യ പറഞ്ഞു, അങ്ങ് വിളിച്ചില്ലെങ്കിലും ഞാൻ അങ്ങയുടെ കൂടെ വരും. നോക്കൂ, ഇവിടെ ആരാണ് രാജാവ്? ആത്മാവാണ് രാജാവ്. ഈ ശരീരമാകുന്ന രാജ്യത്തിലെ രാജാവ് ആത്മാവാണ്. ഈ ആത്മാവിൻ്റെ ആദ്യത്തെ ഭാര്യ ആരാണ്? ദേഹമാണ് ആത്മാവിൻ്റെ ആദ്യത്തെ ഭാര്യ. ദേഹത്തിനോട് എല്ലാ ആത്മാക്കൾക്കും, നമുക്കെല്ലാവർക്കും ദേഹത്തിനോട് എത്ര ഇഷ്ടമാണ്. നമ്മൾ ദേഹത്തെ പരിചരിക്കാൻ വേണ്ടി എത്ര സമയം നമ്മൾ ചെലവഴിക്കുന്നു. നമ്മുടെ എല്ലാ ബാഗുകളിലും നമുക്കറിയാം കണ്ണാടി പ്രതിഷ്ഠയുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് നോക്കുന്നുണ്ട്. നമ്മൾ പൗഡർ തേക്കുന്നുണ്ട്. നമ്മൾ ശരീരത്തെ കുളിപ്പിക്കുന്നുണ്ട്. നമ്മൾ നല്ല ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുന്നു. രോഗം വരുമ്പോൾ നമ്മൾ ആശുപത്രിയിലേക്ക് പോകുന്നു. ആത്മാവിന് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ദേഹം തന്നെയാണ്. പക്ഷേ ആത്മാവ് ദേഹം വിട്ടു പോകുമ്പോൾ ഈ ദേഹം ചുടലയിലേക്ക് നമ്മൾ എടുത്തു വയ്ക്കും. ഇത് ആത്മാവിൻ്റെ കൂടെ വരില്ല. നമ്മൾ ആദ്യമേ പറഞ്ഞു, ദേഹവുമായിട്ടൊരു സന്തുലനം നമുക്ക് ആവശ്യമുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ദേഹത്തെ നോക്കണം. പക്ഷേ ദേഹത്തിനോടൊരു നിസ്സംഗഭാവം, ഒരു അനാസക്ത ഭാവം, ദേഹം ആത്മാവിൻ്റെ കൂടെ വരില്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ആ തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. രണ്ടാമത്തേത്, നമ്മൾ ജീവിക്കുന്നത്, ഇന്ന് മനുഷ്യരെല്ലാവരും ജീവിക്കുന്നത് ബന്ധുമിത്രാദികൾക്ക് വേണ്ടിയാണ്. ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി എല്ലാവരെയും കൊന്നു നടന്ന വാൽമീകിയുടെ കഥ നമുക്കറിയാം. അവസാനം ഋഷിമാർ പഠിപ്പിച്ചു കൊടുത്തു, അവർ നിൻ്റെ കൂടെ വരുമോ എന്നൊന്ന് ചോദിച്ചു നോക്കുക. അവർ വരില്ല. അവരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കർമ്മങ്ങൾ അനുഭവിക്കാനും അവർ എൻ്റെ കൂടെ ഉണ്ടാവില്ല എന്ന തിരിച്ചറിവിൽ ആ കാട്ടാളൻ ഋഷിയായി. കാട്ടാളന്മാരാണ് ഈ ലോകത്തുനിന്ന് ജീവിക്കുന്നത്. ദുര്യോധനന്മാരാണ് ദുഷിച്ച ധനത്തിന് വേണ്ടി അഴിമതിയും അക്രമവും, നമ്മുടെ ചിന്തയ്ക്ക് പോലും അതീതമായ വിധത്തിലുള്ള അഴിമതി വർദ്ധിച്ചു വരികയാണ്. കാരണം എന്താണ്? നാടിന് വേണ്ടിയിട്ടല്ല അഴിമതി ചെയ്യുന്നത്, എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി. നമുക്ക് എന്തെല്ലാം നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്നു. പക്ഷേ ഈ ആത്മാവ് ദേഹം വിട്ടു പോകുമ്പോൾ ഭാര്യ പെരയ്ക്കകത്തിരുന്ന് കരയും. ബന്ധുമിത്രാദികൾ ആ ചുടലയുടെ ചുറ്റും വന്ന് നിൽക്കും. അവരാരും ആത്മാവിൻ്റെ കൂടെ വരില്ല. ഇതൊരു നഗ്ന സത്യമാണ്. 3ാമത്തെ ഭാര്യ ഏതാണ്? നമ്മുടെ സമ്പാദ്യം, വസ്തുവകകളിലോടുള്ള നമ്മുടെ ആസക്തി. നമ്മൾ ഉണ്ടാക്കിയ വീട്, നമ്മളുണ്ടാക്കിയ സമ്പത്ത് വേണ്ട എന്ന് ഒരു ആധ്യാത്മിക ശാസ്ത്രവും പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഈ സമ്പത്ത് ശാശ്വതമാണെന്നുള്ളൊരു ധാരണയിൽ ഈ സമ്പത്തിന് വേണ്ടി മാത്രം മനുഷ്യൻ ജീവിച്ച് സമ്പത്തിന് വേണ്ടി എന്ത് തോന്നിവാസവും കാണിക്കുമ്പോൾ
നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ ആത്മാവ് ദേഹം വിട്ടു പോരുമ്പോൾ ആത്മാവിൻ്റെ കൂടെ ഈ സമ്പാദ്യങ്ങൾ ഒന്നും തന്നെ വരില്ല. അതുകൊണ്ട് ദേഹത്തിലും ദേഹബന്ധുക്കളിലും ദേഹപദാർത്ഥങ്ങളിലും എന്ത് ഭാവം വേണം? തസ്മാദസക്ത സതതം. അതുകൊണ്ട് അസക്തനായി, ഇതൊന്നും എൻ്റെ അല്ല, ഇതൊന്നും എൻ്റെ കൂടെ വരില്ല എന്നുള്ള ഒരു ബോധത്തോടുകൂടി ഈ ലോകത്ത് നമ്മൾ ജീവിക്കണം. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഗീതയിലൊരു മഹാവാക്യമാണ്. അനിത്യവും അതുകൊണ്ട് തന്നെ ദുഃഖം നൽകുന്നതുമായ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നീ എന്നെ, ശാശ്വതമായ എന്നെ ഒന്ന് മുറുകെ പിടിക്കണം. ഈ ലോകത്ത് ജീവിക്കേണ്ട എന്നല്ല പറയുന്നത്, ഈ ലോകത്തിൻ്റെ സത്യം ഒന്ന് മനസ്സിലാക്കുക. ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ല എന്നുള്ളതാണ് ഈ ലോകത്തിൻ്റെ സത്യം. ഈ ലോകമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ദേഹവുമുണ്ട്, ഈ ലോകവുമുണ്ട്. പക്ഷേ ഇതെല്ലാം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി ശാശ്വതമായ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് നമ്മൾ അർപ്പിക്കണം. നോക്കൂ, 24 മണിക്കൂറും ഈ മരിച്ചു പോകുന്ന ദേഹവും മരിച്ചു പോകുന്ന മനുഷ്യരുടെയും വിട്ടുപോകുന്ന സമ്പത്തിനും വേണ്ടി ജീവിക്കുമ്പോൾ, അത് വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത വ്യഥ നമുക്കറിയാം. ഒരു കുട്ടി മരിച്ച അമ്മയുടെ വേദന കാരണം എന്താണ്? ഈശ്വരനല്ല അതിന് കാരണം. പകരം 24 മണിക്കൂറും നശ്വരമായ വസ്തുക്കളിൽ നമ്മൾ മനസ്സിനെ വെച്ചു. ഈശ്വരൻ പറയാണ്, 1 മണിക്കൂർ അനശ്വരമായ സ്ഥലത്തേക്കും അനശ്വരമായ എന്നിലേക്കും കൂടി മനസ്സ് വയ്ക്കുമ്പോൾ, നീ ആ പിടിച്ചിരിക്കുന്ന സാധനങ്ങൾ വിട്ടുപോകുമ്പോൾ നിനക്ക് എൻ്റെ അടുത്തൊന്ന് വന്നിരിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഈശ്വരൻ്റെ അടുത്ത് പോകുന്നത് പോലും ഈ നശ്വരമായ സമ്പത്തിനും നശ്വരമായ ബന്ധുക്കൾക്കും വേണ്ടി എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ നമ്മുടെ അവസ്ഥയ്ക്ക് കാരണം. അവിടെ ഈശ്വരൻ എല്ലാം തട്ടിത്തറിപ്പിച്ച് പ്രകൃതി കളയാൻ പോകുന്ന സമയത്ത് പറയാണ്, പതുക്കെ അതിൽ നിന്നും പിടിവിട്ടിട്ട് എന്നെ ഒന്ന് മുറുകെ പിടിക്കുക. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ എന്തിനെ മുറുകെ പിടിക്കണം? ഈശ്വരനെ മുറുകെ പിടിച്ച് ശാശ്വതമായ ബന്ധുവിനെ, ശാശ്വതമായ തലത്തെ, ഈ പ്രപഞ്ചത്തിലൊരു തലം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ മുറുകെ പിടിച്ച് ശാശ്വതമല്ലാത്ത ഈ ലോകത്ത് നമ്മൾ ജീവിക്കണം. നമ്മൾ ഈ ശരീരത്തിലിരുന്ന് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ആത്മാവിൻ്റെ 4ാമത്തെ ഭാര്യയാണ്. ഈ കർമ്മങ്ങളെല്ലാം ആത്മാവിൽ ഗുപ്തമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. ഈ CD-യിൽ, ഈ ശരീരമാകുന്ന ഈ പ്ലെയറിൽ കിടക്കുന്ന CD, ആത്മാവാകുന്ന CD-യിൽ ഈ ആത്മാവ് ചിന്തിച്ചതും പറഞ്ഞതും ചെയ്യുന്നതുമെല്ലാം അറിയാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അത് റെക്കോർഡ് ആകുന്നുണ്ട്. ഈ റെക്കോർഡിനെ കുറിച്ച് ഈ 4ാം ഭാര്യയെ നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല. ഈ ആത്മാവ് ദേഹം വിട്ടു പോകുമ്പോൾ, ഈ ശരീരം വിട്ടു പോകുമ്പോൾ ഈ ആത്മാവ് ഈ റെക്കോർഡിങ്ങുമായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ഈ ആത്മാവ് പഴയ ശരീരത്തിലിരുന്ന് ചെയ്ത കർമ്മങ്ങളെല്ലാം അതിൽ റെക്കോർഡിംഗ് ആയിട്ട് അത് ഈ ആത്മാവിൻ്റെ കൂടെ വരാണ്. ഈ ആത്മാവ് എവിടേക്കാണ് പോകുന്നത്? നേരെ ഈശ്വരൻ്റെ അടുത്തേക്ക് പോകില്ല. ഈശ്വരൻ്റെ അടുത്തേക്ക് നമ്മൾ കൽപ്പാവസാനമേ പോകുള്ളൂ. മോക്ഷം, മുക്തി എന്നൊക്കെ പറയുന്നത് കൽപ്പത്തിൻ്റെ അവസാനം. അതുവരെ നമ്മൾ ജനന മരണ ചക്രത്തിൽ കറങ്ങും. നമ്മൾ ഈശ്വരൻ്റെ അടുത്തുനിന്ന് ഒരു പ്രാവശ്യം വരും. നമ്മൾ ഈശ്വരൻ്റെ അടുത്തേക്ക് ഒരു പ്രാവശ്യമേ പോവുകയുള്ളൂ. പക്ഷേ അതിൻ്റെ ഇടയിൽ നമുക്ക് ജന്മങ്ങളുണ്ട്. ഈ ആത്മാവ് ശരീരം വിടുമ്പോൾ തന്നെ എവിടെയോ 4-4.5 മാസം പ്രായമായ ഒരു ഗർഭം ഉണ്ടായിട്ടുണ്ടാകും. അത്ഭുതമാണ് ഈ പ്രപഞ്ചം. ഇതൊരു പ്രീ ഡിറ്റർമിൻഡ് ഡ്രാമയാണ്, മുൻകൂട്ടി നിശ്ചയിച്ച കളി. നമ്മൾ പറയാറില്ലേ, പെട്ടെന്ന് മരിച്ചു. ഈശ്വരൻ പറയാണ്, പെട്ടെന്നൊന്നും മരിക്കില്ല, മരിക്കേണ്ട ദിവസമേ മരിക്കുള്ളൂ. നമ്മൾ ഈ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിന് മുമ്പ്, അതായത് ഈ ശരീരം മരിക്കുന്നതിന് മുമ്പ് തന്നെ എവിടെയാണ് നമ്മൾ ജനിക്കേണ്ടതെന്ന് തീരുമാനിച്ച് അവിടെ ഒരു ഗർഭം രൂപപ്പെട്ട് വരുന്നുണ്ട്. ഈ ആത്മാവ് ഈ ദേഹത്തിൽ നിന്നും പുറത്തേക്ക് കടന്ന് കുറച്ച് ദിവസം, അത് ഓരോ കേസിനും ഓരോന്നായിരിക്കും, ആ ഭാഗത്ത് നിന്നതിന് ശേഷം ഈ ആത്മാവ് തനിക്ക് വിധിച്ച അമ്മയുടെ ഗർഭത്തിലേക്ക് അങ്ങ് പോകും. ഇവിടെ ഇരുന്ന ആൾക്ക് ഒരു ട്രാൻസ്ഫർ. അപ്പം മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? കേവലം ഒരു ട്രാൻസ്ഫർ. ഗീത പറയാണ്, വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹണാതി നരോപരാണി. അർജുന, പഴയ വസ്ത്രം ഉപേക്ഷിച്ച് നീ പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെ മരണത്തിൽ ഈ ദേഹി തൻ്റെ ആ പഴയ ദേഹമാകുന്ന വസ്ത്രം ഉപേക്ഷിച്ച്
പുതിയ ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുകയാണ്. സന്തോഷിക്കുകയല്ലേ വേണ്ടത്? പഴയ ഡ്രസ്സ് മാറ്റി നമുക്കൊരു പുതിയ ഡ്രസ്സ് കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. അപ്പോൾ ആ മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? കേവലം ഒരു ട്രാൻസ്ഫർ. വേറൊരു അമ്മയുടെ ഗർഭത്തിലേക്ക് പോകുമ്പോൾ ഒരു 10 മാസം അതിനകത്ത് കിടന്നതിന് ശേഷം നമ്മൾ പുറത്തേക്ക് വരാണ്. ആത്മാവില്ലെങ്കിലോ, ആത്മാവില്ലാത്ത ശരീരമാണ് പുറത്തേക്ക് വന്നെങ്കിലോ അത് ചാപിള്ള എന്ന് നമ്മൾ പറയും. ആത്മാവും ശരീരവും കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ഡ്രസ്സ് മാറിയപ്പോൾ അഡ്രസ്സും ഒന്ന് മാറി. അമ്മ വേറെ, അച്ഛൻ വേറെ, ബന്ധുക്കൾ വേറെ, പേര് എല്ലാം വേറെ. അപ്പോൾ മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രസ്സ് മാറ്റം, അഡ്രസ്സ് മാറ്റം. അപ്പോൾ ഈശ്വരൻ ചോദിക്കുകയാണ്, അതിൽ കരയേണ്ട കാര്യം എന്താണ്? ഉദാഹരണമായിട്ട് ഈ ശരീരത്തിൽ, ഈ ആത്മാവിരിക്കുന്ന ശരീരത്തിൻ്റെ പേര് അരവിന്ദൻ എന്നാണ്. ഈ ആത്മാവ് ഈ ശരീരത്തിൽ നിന്നും വിട്ടുപോകാണ്, മരിച്ചു പോകാണ്, പുറത്തേക്ക് പോകാണ്. വേറൊരു അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു, ഒരു കുട്ടിയായിട്ട് പറന്നു. ആ അമ്മയും അച്ഛനെ കൂടി ഒരു പേരിടാണ് ഗോവിന്ദൻ. അപ്പോൾ ഇന്നലെ വരെ അരവിന്ദനായി ജീവിച്ചിരുന്ന ആത്മാവ് ഇപ്പോൾ എവിടെയുണ്ട്? ഗോവിന്ദനായിട്ട് ജീവിച്ചിരിക്കുന്നു. അരവിന്ദൻ്റെ അമ്മ കരയാണ്, എൻ്റെ മോൻ പോയി. ഗോവിന്ദൻ്റെ അമ്മ ചിരിക്കുകയാണ്, എനിക്കൊരു കുട്ടിയെ കിട്ടി. ഇത് രണ്ടും കാണുന്ന ഈശ്വരനും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കും. കാര്യമെങ്കിൽ അരവിന്ദൻ എന്ന പേരിലിരുന്ന ആത്മാവ് ഇപ്പോൾ ഗോവിന്ദൻ എന്ന പേരിൽ ഉണ്ട്. ദേഹത്തെ നോക്കുന്നവരാണ് ഈ ആവശ്യമില്ലാണ്ട് കരയുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്. ആത്മാവിനെ നോക്കുന്നവർക്കോ ഒരു പുഞ്ചിരി മാത്രം. ഈ ദേഹത്തിനകത്തിരുന്ന ആത്മാവ് അടുത്ത ദേഹം ധരിച്ചു. ഗീത എവിടെയാണ് തുടങ്ങുന്നത്? ഗദാസു നഗദാസും ച നാനുശോചന്തി പണ്ഡിതാഹ. അർജുന, ജ്ഞാനി മരണത്തിൽ കരയില്ല. ആത്മാവ് ഈ ദേഹത്തിൽ നിന്നും അടുത്ത ദേഹത്തിലേക്ക് കേവലം വസ്ത്രം മാറി വേറൊരു വസ്ത്രം ധരിക്കാൻ പോയിന്നുള്ളൂ. മരണം യഥാർത്ഥത്തിൽ ഇല്ല. ജ്ഞാനിക്ക് മരണമില്ല, ജ്ഞാനിക്ക് മരണഭയമില്ല, ജ്ഞാനിക്ക് മരണ ദുഃഖമില്ല. ഇത് പ്രാക്ടീസ് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം. ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഈ ജ്ഞാനമൊന്ന് അപ്ലൈ ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ. ആ ശരീരത്തിനകത്തിരിക്കുന്ന ആത്മാവ് ആ ശരീരത്തിൽ നിന്നും അടുത്ത ശരീരത്തിലേക്ക് പോയി. ഞാൻ എന്തിന് കരയണം? പതുക്കെ നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അമ്മ മരിക്കുമ്പോൾ അത് നമ്മൾ അഭ്യസിക്കണം. എന്നെ മോനെ എന്ന് വിളിച്ചത്, ഞാൻ അമ്മ എന്ന് വിളിച്ചപ്പോൾ വിളി കേട്ടത് അതിനകത്തിരുന്ന ആത്മാവായിരുന്നു. ഈ ജന്മത്തിൽ എൻ്റെ അമ്മയായ പാർട്ട് അഭിനയിക്കുന്ന ആ ആത്മാവ്. ആ ഭാഗം കഴിഞ്ഞപ്പോൾ, ആ ശരീരത്തിലെ അമ്മയുടെ ആ ആത്മാവിൻ്റെ പാർട്ട് കഴിഞ്ഞപ്പോൾ ആ ആത്മാവ് വേറൊരു കുട്ടിയായിട്ട് പറക്കാൻ പോകുന്നു. ഇത് സത്യമായ കാര്യമാണ്. ഇത് കേവലം നമ്മുടെ ദുഃഖമില്ലാണ്ടാക്കാനുള്ള ഭാവനയല്ല. ഇത് പരമമായ സത്യം. ഇതാണ് സത്യം. എല്ലാ വേദങ്ങളുടെയും സത്യം ഇതാണ്. നശിച്ചു പോകുന്ന ദേഹത്തിനകത്ത് അനശ്വരമായ ആത്മാവുണ്ട്. ഈ ആത്മാവിന് മരണമില്ല. മരണം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ കൂടുമാറ്റം മാത്രമാണ്. പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി ജഡരേശയനം. ഗീത പറയാണ്, ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ചാന്നം വാ ഗുണാനിധം വിമൂഢനാനു പശ്യന്തി ജ്ഞാന ചക്ഷുഷ. അർജുന, ദേഹത്തിനകത്തിരിക്കുന്നതും ദേഹം വിട്ടു പോകുന്നതും ആത്മാവാണെന്ന് ജ്ഞാനി കാണുന്നു, മൂഢന്മാർ കാണുന്നില്ല. മൂഢന്മാർ ദേഹത്തെ കാണുന്നു, കിടന്ന് കരയുന്നു. പക്ഷേ ആ തൃക്കണ്ണനിര തന്നിരിക്കുന്നത് ജ്ഞാനി ആക്കാൻ. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം, ആത്മാവ് ഈ ദേഹത്തിൽ നിന്നും അടുത്ത ദേഹത്തിലേക്ക് പോകുന്നതാണ് മരണം. എവിടെയാണ് ഈശ്വരൻ പഠിപ്പിക്കുന്നത്? കൂട്ടക്കുരുതിയുടെ നടുവിൽ. എല്ലാ ദേഹങ്ങളെയും മുറുകെ പിടിച്ച് എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദേഹങ്ങളെല്ലാം പ്രകൃതി തട്ടി തകർക്കാൻ പോകുന്ന ആ യുദ്ധക്കളത്തിലാണ് ഗീതാജ്ഞാനം കൊടുക്കുന്നത്. ഗീതാജ്ഞാനം കൊടുക്കുന്നത് സ്റ്റുഡിയോയിലല്ല, ഗീതാജ്ഞാനം കൊടുക്കുന്നത് അമ്പലത്തിലിരുന്നല്ല. ഗീതാജ്ഞാനം കൊടുക്കുന്നത് പ്രക്ഷുബ്ധമായ ജീവിതത്തിൻ്റെ പരീക്ഷണ ഘട്ടത്തിലാണ്. അവിടെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിലെ ചില ദുഃഖങ്ങളുടെ കാരണം. 2 വയസ്സുള്ള ഒരു കുട്ടി, ഹാർട്ടിന് തകരാറ്, ഹാർട്ടിൻ്റെ വാൽവ് തകരാറാണ്. ഡോക്ടർ പറയാണ്, ഈ കുട്ടിയെ നിങ്ങൾ വലിയ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകണം, ഇത്തിരി സീരിയസ് ആണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും, കൈയും കാലുമില്ലാണ്ട് ചില കുട്ടികൾ പറക്കുന്നു, മന്ദബുദ്ധിയായിട്ട് ചില കുട്ടികൾ പറക്കുന്നു. ചെറുപ്പകാലത്ത് തന്നെ വളരെ ബുദ്ധിശാലികളായ ചില കുട്ടികൾ, വളരെ ഭാഗ്യശാലികളായ ചില കുട്ടികൾ. ഞാനൊരിക്കൽ മാവേലിക്കരയിൽ നിൽക്കുമ്പോൾ, ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ, ഒരു വളരെ ദരിദ്രയായ ഒരു സ്ത്രീയും ഏതാണ്ട് ഒരേ പ്രായം തോന്നുന്ന ഒരു 5-6 പൊടിപ്പിള്ളേരും അഴുക്ക് പിടിച്ച് കിടക്കുന്ന കുറേ കുട്ടികൾ. ആ സ്ത്രീ നിലവിളിക്കുന്നുണ്ട്, ആ കുട്ടികളും ചുറ്റും നിന്ന് നിലവിളിക്കുന്നുണ്ട്. മലയാളികളല്ല.
ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഒരു പുരുഷൻ അവിടെയുണ്ട്. ഇവർ തമ്മിൽ തല്ലുകൂടുന്നു. ഒരു കല്ലെടുത്ത ആ സ്ത്രീ ആ ഭർത്താവ് എന്ന് പറയുന്ന പുരുഷനെ എറിഞ്ഞിട്ട് അവർ വീണു പോകാണ്. കുട്ടികൾ ചുറ്റും കൂടി നിന്ന് കരയുന്നു. ആളുകൾ ചുറ്റും കൂടി നോക്കി നിൽക്കുന്നു. ആ സമയത്ത് അവിടുത്തെ വലിയ ഒരു സ്കൂൾ ബസ് വന്ന് നിൽക്കുന്നു. നല്ല ടൈയൊക്കെ ഇട്ട് കുറേ കുട്ടികൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങാണ്. മനസ്സിലൊരു ചിന്ത വന്നു, ദൈവമേ, അതും നിൻ്റെ കുട്ടികൾ, ഇതും നിൻ്റെ കുട്ടികൾ, എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില ദുഃഖങ്ങളും ചില രംഗങ്ങളും കാണുമ്പോൾ നമ്മളെല്ലാവരും ഈശ്വരൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കാറുണ്ട്, നീ എന്തിനീ അന്യായം കാണിച്ചു? ആ രോഗിയായ കുട്ടിയെ എടുക്കുമ്പോൾ അച്ഛനും അമ്മയും ബന്ധുമിത്രാദികളും പറയുന്നൊരു വാക്കുണ്ട്, ദൈവമേ, കൊച്ചുകുട്ടി എന്ത് തെറ്റ് ചെയ്തു? വലിയ ആൾക്കാർ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കൊച്ചുകുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ശിക്ഷിക്കുന്നത്? ഈശ്വരൻ പറയാണ്, ഞാൻ കാണിച്ചു തരാം. ഒരു രംഗം നമുക്ക് ഈശ്വരൻ കാണിച്ചു തരാണ്. ഇന്ന് 2 വയസ്സുള്ള ഗോവിന്ദൻ എന്ന് പറയുന്ന ആ ശരീരത്തിനകത്തിരുന്ന് ശ്വാസം മുട്ട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആ ആത്മാവ് ഈശ്വരൻ പറയാണ്, 3 കൊല്ലങ്ങൾക്ക് മുമ്പ് അരവിന്ദൻ എന്ന് പറഞ്ഞ ശരീരത്തിലിരുന്ന് കണ്ടമാനം മദ്യപിച്ചിട്ടുണ്ട്, സിഗരറ്റ് വലിച്ചിട്ടുണ്ട്. ആ ആത്മാവാണ് ഇപ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലം ഈ ശരീരത്തിനകത്തിരുന്ന് അനുഭവിക്കുന്നത്. അരവിന്ദൻ എന്ന ശരീരത്തിനകത്തിരുന്നപ്പോൾ ക്യാൻസർ വന്നില്ല, കഷ്ടപ്പാടുകൾ വന്നില്ല. പക്ഷേ ആ കർമ്മത്തിൻ്റെ ഫലമാണ് ഗോവിന്ദൻ എന്ന ശരീരത്തിനകത്തിരുന്ന് ഈ ആത്മാവ് അനുഭവിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് കിട്ടുമ്പോൾ ഗതാസൂ നഗതാസൂം ച നാനുശോചന്തി പണ്ഡിതാഹ, ജീവിച്ചിരിക്കുന്നവരുടെ ദുഃഖത്തിലും ജ്ഞാനി കരയില്ല അർജുന. നമ്മുടെ എല്ലാ ദുഃഖത്തിൻ്റെയും പുറകിൽ നമ്മുടെ തന്നെ കർമ്മമുണ്ട്. എൻ്റെ അമ്മ തെറ്റായ ആഹാരം കഴിച്ചുകൊണ്ട് എനിക്ക് വയറ്റുവേദന വരേണ്ട കാര്യമില്ല. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മുടെ പൂർവികർ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. എൻ്റെ ചേട്ടൻ ആരെങ്കിലും അടിച്ചതിന് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ കർമ്മത്തിൻ്റെ ഫലമേ ഞാൻ അനുഭവിക്കുള്ളൂ, അല്ലെങ്കിൽ ലോകത്തിൽ യാതൊരു ന്യായമില്ല. അപ്പോൾ ആര് എന്ത് ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലെന്താണ്? അവരവരുടെ തന്നെ കർമ്മം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, ഞാൻ 20ാമത്തെ വയസ്സിൽ ഒരാളെ കൊന്നു, അല്ലെങ്കിൽ ഒരാൾ 20ാമത്തെ വയസ്സിൽ ഒരാളെ കൊന്നു എന്ന് വിചാരിക്കുക. കത്തിയെടുത്ത് കുത്തിക്കൊന്നു. രക്ഷപ്പെടാനുള്ള ഈ ഓട്ടത്തിൽ കൈ മുറിഞ്ഞുപോയി, കൈ അറ്റുപോയി. ഞാൻ എന്തായാലും പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടു. വർഷം 20 കഴിഞ്ഞു. ഞാനൊരു സന്യാസിയുമായി ബന്ധപ്പെട്ടു. എൻ്റെ മനസ്സ് മാറി. ഞാനൊരു സന്യാസിയായി. അദ്ദേഹം എന്നെ ഒരു ആശ്രമത്തിലെ അധികാരിയാക്കി. ഞാൻ ആശ്രമത്തിൽ 20 വർഷം കഴിഞ്ഞു, 60 വയസ്സായി. കേരളത്തിലെ പോലീസിനൊരു ഇൻഫർമേഷൻ കിട്ടാണ്, 40 കൊല്ലങ്ങൾക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്ത നമ്മുടെ നാട്ടിലെ കൊലപാതകത്തിലെ ആ കുറ്റവാളി ഇപ്പോൾ ഡൽഹിയിലെ ഒരു സന്യാസിയായിട്ടിരിപ്പുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ആളെ അറസ്റ്റ് ചെയ്യും, വിചാരണ ചെയ്യും. എനിക്കവിടെ വാദിക്കാം, കൊന്ന കയ്യ് ഇപ്പോൾ ഇല്ല, ഞാൻ ഈ കൈ ഉപയോഗിച്ചാണ് കൊന്നത്, കൊന്ന കയ്യ് ഇല്ല. ഞാനിന്ന് 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഇന്ന് നമുക്കറിയാം സയൻസ് പറയുന്നുണ്ട് 4 വർഷം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സകല കോശങ്ങളും മാറും. 40 വർഷം കൊണ്ട് 10 പ്രാവശ്യം നവീകരിക്കപ്പെട്ട ശരീരമാണ് എൻ്റെ. വൃദ്ധനായി ഞാൻ. എൻ്റെ മനസ്സ് മാറി. പോലീസ് എന്ത് പറയും? അതൊക്കെ നമുക്ക് കോടതിയിൽ പറയാം. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് വരാൻ പറയും. അപ്പോൾ ഈ ശരീരത്തിനകത്ത് ഇരുന്ന് നമ്മൾ എത്ര വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത തെറ്റും നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് വിചാരണ ചെയ്യപ്പെടുമെങ്കിൽ ഈശ്വരൻ പറയാണ്, ഈ പ്രകൃതിയുടെ കോടതി നിങ്ങൾ ദേഹം ഉപേക്ഷിച്ചാലും വിടില്ല. അതുകൊണ്ട് ദേഹം നശിച്ചാൽ എല്ലാം തീർന്നു. അതുകൊണ്ട് ദേഹം നശിക്കുന്നതിന് മുമ്പ് എന്തും ചെയ്യാം എന്നുള്ള ഒരു ധിക്കാരം ഈശ്വരൻ പറയുന്നത് നടക്കില്ല. ആത്മാവ് ഈ ശരീരത്തിനകത്തിരുന്ന് ചെയ്യുന്ന കർമ്മം ഈ ശരീരത്തിനകത്തിരുന്ന് തന്നെ അനുഭവിക്കണമെന്നില്ല. ആ കർമ്മങ്ങളുമായിട്ട് അടുത്ത ശരീരത്തിലോ ഏതെങ്കിലും ശരീരത്തിലിരുന്ന് നമുക്ക് അനുഭവിക്കേണ്ട വരും. ബുദ്ധൻ പറയാണ്, 1000 പശുക്കളുടെ ഇടയിലും കിടാവ് സ്വന്തം തള്ളയുടെ അകിട്ടിലേക്ക് പോകുന്നത് പോലെ 1000 ജന്മങ്ങൾ കഴിഞ്ഞാലും നിൻ്റെ കർമ്മം നീ അനുഭവിക്കേണ്ടി വരും. ബുദ്ധൻ വലിയ ദൈവവിശ്വാസം പഠിപ്പിച്ചില്ലെങ്കിലും ബുദ്ധൻ ആത്മാവിലും കർമ്മത്തിലും വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ബുദ്ധൻ എപ്പോഴും പഠിപ്പിച്ചാണ് ധർമ്മം ശരണം ഗച്ഛാമി. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ധർമ്മം കൊണ്ടുവരണം? എൻ്റെ കർമ്മത്തിൻ്റെ ഫലം ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ. ആത്മഹത്യ പരിഹാരമല്ല, ഒളിച്ചോട്ടവും പരിഹാരമല്ല. ഈശ്വരൻ പറയണം, ഒറ്റ
ഒറ്റ പരിഹാരമുള്ളൂ: പരിവർത്തനപ്പെടുക, ജീവിതം പരിവർത്തനപ്പെടുത്തുക, ജീവിതത്തെ ധർമ്മിഷ്ഠമാക്കുക. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്, ദുര്യോധനാദികളുടെ പൊളപ്പ് ഞാൻ ഇല്ലാണ്ടാക്കും. വിനാശായജ ദുഷ്കൃതം, അത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്, ഞാനത് നോക്കിക്കോളാം, അതിനെക്കുറിച്ച് നീ പേടിക്കേണ്ട. പക്ഷേ നീ ഒന്ന് നന്നാകണം. ഈ ലോകം എനിക്ക് നന്നാക്കണമെങ്കിൽ ധർമ്മ സംസ്ഥാപനാർത്ഥായ, എനിക്ക് ധർമ്മത്തെ സ്ഥാപിക്കണം, അധർമ്മത്തെ നശിപ്പിക്കണം. അധർമ്മത്തെ ഞാൻ നശിപ്പിച്ചോളാം, അതിനെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട. നമ്മളെല്ലാം എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകൾ എന്താണ്? ലോകമാകെ കുഴപ്പത്തിലാണ്, ഇനിയിപ്പോൾ നമ്മൾ നന്നായാൽ ലോകം നന്നാകാൻ പോകാണ്. ഈ ലോകം നന്നാകാത്തതിൻ്റെ പ്രധാനമായ തടസ്സം, നമ്മൾ ഒരു പിടി ആൾക്കാർ നന്നായാൽ, നമ്മൾ കുറച്ച് പേര് ഇതുപോലെ ഗീതയും വായിച്ച് നന്നായാൽ ലോകം നന്നാവും എന്നാണ് പറയുന്നത്. ഈശ്വരൻ പറയാണ് ലോകം നന്നാവും. ഒരു പിടി മനുഷ്യർ നന്നാകുകയാണെങ്കിൽ ഈ ലോകത്തെ നന്നാക്കാനുള്ള കഴിവ് ഈശ്വരനുണ്ട്. ഒരു പിടി മനുഷ്യരുടെ ആത്മാവ് തെളിയാണെങ്കിൽ ഈ ലോകത്തെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ ഈശ്വരന് സാധിക്കും. അതുകൊണ്ട് ഈശ്വരൻ പാണ്ഡവരായി നമ്മുടെ അടുത്ത് വന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ധർമ്മത്തോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് അനുസരിക്കണം. ലോകത്തിൻ്റെ ധിക്കാരവും തോന്നിവാസവും കൊണ്ട് ആ വഴിയിലേക്ക് പോകരുത്. എന്തുകൊണ്ടാണ്? നമ്മുടെ കർമ്മം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന വിവേകം. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ പരിവർത്തനത്തിൻ്റെ തുടക്കം ഈ അറിവിൽ നിന്നാണ്. നമുക്കിനിയും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഓം ശാന്തി.